ഇന്ത്യയിൽ ആകമാനവും കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാർ സമരം നടത്തുമ്പോൾ, പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുമ്പോൾ, കേരളത്തിലെ മാത്രം ഭരണാനുകൂല സംഘടനകൾ PFRDA നിയമം പിൻവലിക്കുക അല്ലെങ്കിൽ നിർവചിക്കപ്പെട്ട പെൻഷൻ നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ PFRDA നിയമം പിൻവലിച്ചതിന് ശേഷം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചാൽ മതി എന്ന ആവശ്യം ഉന്നയിക്കുന്നത് കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാതിരിക്കാനാണെന്നും അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യമായ പഠനങ്ങൾ നടത്തി അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം PFRDA നിയമം പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്നും ഉള്ളതും, അല്ലെങ്കിൽ കേരളത്തിൽ PFRDA നിയമം പിൻവലിച്ചതിന് ശേഷം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചാൽ മതി എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഭരണപക്ഷ അനുകൂല സംഘടനകൾ അവരുടെ മുദ്രാവാക്യം ഒന്ന് PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന് മാറ്റിയിട്ടുണ്ട്. കുറേ കാലമായി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ അജണ്ട, നിർവചിക്കപ്പെട്ട പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോഴും അവരുടെ ആദ്യത്തെ അജണ്ട പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി PFRDA നിയമം പിൻവലിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല രീതിയിൽ PFRDA നിയമം പറ്റും എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതൊന്നും ആ സംഘടനകൾ അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം സമരം നടത്തിയ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൻ്റെ ഫേസ്ബുക്ക് ലൈവ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയും സംഘടനാ നേതാക്കളും ഒക്കെ ഈ പങ്കാളിത്ത പെൻഷൻ വിഷയത്തിൽ എങ്ങനെയാണ് കണ്ടിരിക്കുന്നതെന്നും PFRDA നിയമം എന്താണ് എന്ന് അവർ ധരിച്ചു വച്ചിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധം ഉണ്ടായത്. തീർച്ചയായിട്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ സംഘടനയോ സംഘടനയുടെ നേതാക്കന്മാരോ ഒക്കെ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതുമായിട്ട് യാതൊരു ഇതുമായിട്ട് ബന്ധമില്ലാത്ത തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിൽ വളരെ സങ്കടമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സംഘടനകളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് ഉൾപ്പെട്ട നേതാക്കന്മാർ മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ആ തീരുമാനമെടുക്കുന്ന ബോഡിയിലൊന്നും ഒരു പക്ഷേ ഒരു NPS ജീവനക്കാരൻ പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഏതെങ്കിലും NPS ജീവനക്കാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ തെറ്റിദ്ധാരണകളൊക്കെ അല്ലെങ്കിൽ ആ ധാരണകളൊക്കെ തെറ്റായിട്ടുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയെന്നെ. കാര്യത്തിലോട്ട് വരാം. എന്താണ് സംഭവിച്ചത് നോക്കാം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ സംഘടനയുടെ ശക്തനായ നേതാവ്, സംഘടനയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവ് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് ഈ സമരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ പങ്കാളിത്ത പെൻഷൻ വിഷയം വരുന്ന ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് PFRDA നിയമം ഡെമോക്രാസിൻ്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അത് ഉള്ള സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: നമ്മുടെ സംഘടനാ പ്രവർത്തനം വാട്സപ്പ് വഴി നടത്തുന്ന ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 309 പ്രകാരം സംസ്ഥാനത്തിന് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിൻവലിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ്. ശരിയാണ്. ഈ വാട്സപ്പിൽ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സംഘടന എന്ന് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ SNB-SCK തന്നെയായിരിക്കാം. തീർച്ചയായിട്ടും SNB-SCK ആണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുക്കുന്നതും സംസ്ഥാനങ്ങൾക്ക് ഇത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിയമ തടസ്സങ്ങളില്ലെന്നും അവർക്ക് തീരുമാനമെടുക്കാം എന്നും അത് തീരുമാനിക്കപ്പെടാമെന്നും അങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങൾ മാറ്റിയതിൻ്റെ തെളിവുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞു വന്ന ഒരു കാര്യം,
309 പ്രകാരം സംസ്ഥാന സർക്കാരിന് മാറാമെങ്കിലും ചില തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ തടസ്സങ്ങൾ ആർട്ടിക്കിൾ 254 ആർട്ടിക്കിൾ 254 പ്രകാരം നിയമം നിർമ്മാണം നടത്തുമ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ഒക്കെ നിയമ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ, സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലൊരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രം പറയുന്ന നിയമമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുതയാണ്. ആർട്ടിക്കിൾ 254 അതാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് കേരളം 309 പ്രകാരം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലോട്ട് പോയാലും ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ മാറാൻ പറ്റത്തില്ല, PFR നിലനിൽക്കും, നമുക്കതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. വളരെ വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കിയത് തെറ്റാണോ, മനഃപൂർവ്വം തെറ്റാണോ, അങ്ങനെ സംഘടന എടുത്തിരിക്കുന്ന ആ തീരുമാനവും ചിന്തകളും തെറ്റാണ് എന്ന് എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആർട്ടിക്കിൾ 309 മാത്രമല്ല, ആർട്ടിക്കിൾ 254 അതിനു മുമ്പ് ആർട്ടിക്കിൾ 246 SNPCക്ക് ആദ്യകാലം മുതൽ തന്നെ പറയുന്നതാണ്. ആർട്ടിക്കിൾ 246 പ്രകാരം 7th ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് ജീവനക്കാരെ നിയമിക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന വിവരമാണ്. അതാണ് 309. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 309 പ്രകാരം സംസ്ഥാനങ്ങളും 309 പ്രകാരം തന്നെ കേന്ദ്രവും ഒക്കെ നടത്തുന്നത്. ഈ 7th ഷെഡ്യൂളിൻ്റെ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂൾ അടിസ്ഥാനമാക്കി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമായതുകൊണ്ട് ആർട്ടിക്കിൾ 309 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം. അതിനകത്ത് മറ്റ് കേന്ദ്രത്തിനോ കേന്ദ്ര സർക്കാരിനോ പാർലമെൻറ്റിനോ പോലും ഇടപെടാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഈ സംഘടന പറയുന്നത് എന്താണ്? 254 ബാധകമാകും എന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ആ ആർട്ടിക്കിൾ 254 ഒന്ന് വായിച്ചു നോക്കൂ. 254 പറയുന്നത് എന്താണ്? അവിടെ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര നിയമം ബാധകമാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്, എന്തിൻ്റെ കാര്യത്തിലാണ്? ആർട്ടിക്കിൾ 246 പറയുന്ന യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ അല്ല, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യത്തിൽ അല്ല. ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത് ഒരു ലിസ്റ്റുണ്ട്. അതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഈ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താം, കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താം. അങ്ങനെ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇത് തമ്മിൽ വിരോധത്തിൽ വന്ന് കഴിഞ്ഞാൽ, അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് റീപ്രഗനൻസി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര നിയമമാണ് നിലനിൽക്കുന്നത്. അത് ഏത് കാര്യത്തിലാണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ എടുക്കുന്ന സ്റ്റേറ്റുകളും സെൻട്രലും എടുക്കുന്ന ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ മാത്രമാണ്. ആർട്ടിക്കിൾ 246 സ്റ്റേറ്റിന് പൂർണ്ണമായുമുള്ള അധികാരം നൽകുന്നുണ്ട്. ആ 46 സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന അത്രയും കാര്യങ്ങളിൽ സ്റ്റേറ്റിന് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ. ആ നിയമനിർമ്മാണം ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആർക്ക്? പാർലമെൻറ്റിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ. അതിനകത്ത് ആർട്ടിക്കിൾ 246 യൂണിയൻ ലിസ്റ്റുണ്ട്. യൂണിയൻ ലിസ്റ്റിനകത്ത് കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല. അതിനകത്ത് പാർലമെൻറ്റിനാണ് നിയമനിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ PFRD നിയമം നടപ്പിലാക്കിയത്, പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. ആ നിയമം പാസ്സാക്കുമ്പോൾ ആ നിയമത്തിനകത്ത് 12ാമത്തെ ക്ലോസിൽ ആ നിയമം ആർക്കൊക്കെയാണ് ബാധകമാകുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
12ാമത്തെ പോയിൻ്റ്, അത് ചാപ്റ്റർ 3 വരുന്നത്. അതിനകത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ചില പെൻഷൻ ഫണ്ടുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് ആകപ്പാടെ ഒരേ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നത്, ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു നോട്ടിഫിക്കേഷൻ വഴി അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും പാർലമെൻറ്റ് പാസ്സാക്കിയ ആ നിയമം, PFRDA നിയമം എല്ലാ സംസ്ഥാനങ്ങളും നിർബന്ധമായി നടപ്പിലാക്കേണ്ട ഒന്ന് അല്ല. ഈ സംഘടന എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്, തെറ്റിദ്ധരിപ്പിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തെറ്റുകൾ തിരിച്ചറിയുക, തെറ്റുകൾ തിരുത്തുക. അങ്ങ് പറയുന്നത് പോലെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരളത്തിൽ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര നിയമത്തിന് എതിരായിട്ട് വരും എന്ന് പറയുന്നത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്, സംഘടനയുടെ തെറ്റിദ്ധാരണയാണ്. ഇത് അങ്ങയുടെ ഒപ്പം നിൽക്കുന്ന എല്ലാ സംഘടനകളിലും പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരുണ്ടാകും. ജീവനക്കാരോട് ചെയ്യുന്ന ചതിയാണ്. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആ നിലപാടുകൾ മാറ്റി കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പഠിച്ച് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള ആ നടപടിയിലേക്ക് വരണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങേടത്ത് ഒന്നുകൂടെ പറയുകയാണ്, ആർട്ടിക്കിൾ 254 ആ ആർട്ടിക്കിൾ 254 സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് ബാധകമല്ല. അത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് മാത്രമാണ് ബാധകം എന്നുള്ള കാര്യം അംഗം സംഘടനയും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് PFRDA നിയമം ഒരു തരത്തിലും തടസ്സമല്ല. സംസ്ഥാനങ്ങളുടെ റൈറ്റ് മാത്രമാണ്. നിയമം നടത്താനുള്ള ഏക അവകാശം അത് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. അത് ആർട്ടിക്കിൾ 309 കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം നടത്തിയാൽ ഒരു തടസ്സവും ഉണ്ടാകില്ല പഴയ പെൻഷനിലോട്ട് പോകാനായിട്ട്. അതിന് വേണ്ടത് എന്താണ്? കൃത്യമായി സർക്കാരുകൾ ജീവനക്കാരോട് സ്നേഹമുള്ള, ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചങ്കൂറ്റമുള്ള ഒരു സർക്കാരിന് മാത്രമാണ് ഈ തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. സർക്കാർ എന്ത് തീരുമാനിച്ചാലും ഈ ഒരു വിഷയത്തിൽ, ജീവനക്കാരുടെ വിഷയത്തിൽ, ആർട്ടിക്കിൾ 246 പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ സർക്കാർ എന്ത് നിയമനിർമ്മാണം നടത്തിയാലും അത് മറ്റാർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. കോടതികളിലോ മറ്റോ പോകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു നിയമവും അത് തർക്കത്തിന് വരാൻ സാധ്യത ഇല്ല. തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ ഇനിയെങ്കിലും ശരിയായി പഠിച്ച് കേരളത്തിലെ 2.5 ലക്ഷം ജീവനക്കാരുടെ, NPS ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് ഒരു ചെറിയ പരിഗണനയെങ്കിലും കൊടുത്ത് മുന്നോട്ട് വരണം. ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.